എല്ലാവർക്കും സ്വാഗതം. എഡ്യു സ്കിൽസ് OET മേഡ് ഈസി. OET ആസ്വദിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുക. നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുകയും ഏറ്റവും അധികം ആൾക്കാരിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന OET ആസ്പിരൻസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരാൾ പോലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം OET എഴുതാൻ സാധിക്കാതെ പോകരുത്. എഡ്യു സ്കിലിന്റെ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. OET reading skills, occupational English test 2.0, reading part B. Next, text 3 ആണ്, purpose based question ആണ്, focus on the gist. അതായത് gist focus ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്, the purpose of these notes about the incinerator is to. ഓക്കെ, ഇനി നിങ്ങൾ ഈ ആഴ്ച ചെയ്ത മറ്റ് വർക്കിന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടുപിടിച്ച് രണ്ടുമൂന്നിടത്താണ്. ഈ ആഴ്ച നിങ്ങൾ ഷെയർ ചെയ്ത് ഇതിനകത്ത് തന്നെ ഉള്ള ചോദ്യങ്ങളാണ് ഇത്. നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡയഗ്നോസ്റ്റിക് പ്ലൂറൽ ഈസ് ടു ദ പർപ്പസ് ഓഫ് ദീസ് നോട്ട്സ് അബൌട്ട് എന്ന് പറഞ്ഞുള്ളത്. ഇവിടെ അബൌട്ട് ആണ്, ഇവിടെ അബൌട്ട് ആണ്, ഇവിടെ അബൌട്ട് ആണ്. ദ പർപ്പസ് ഓഫ് ദിസ് മെയിൽ ഈസ് ടു. അപ്പൊ ഇത് മൂന്നും പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. പക്ഷെ ഞാൻ മറ്റേ എക്സാമ്പിൾ എടുത്ത്, അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഏത് ടെക്സ്റ്റ് വന്നാലും ചോദ്യങ്ങളുടെ അപ്രോച്ച് ഒരേപോലെ ആയിരിക്കും. വലിയ വ്യത്യാസങ്ങൾ വരികയില്ല. ടോപ്പിക് മാറുന്നത് മാത്രമേ ഉള്ളൂ. 3. The purpose of these notes about an incinerator is to help maximize its efficiency. B. Give guidance on certain safety procedures. C. Recommend a procedure for waste separation. Low-cost incinerator. General operating notes. 3. 2. 1. Hospital waste management. Materials with high fuel values such as plastics, paper, card and dry textile will help maintain high incineration temperature. If possible, a good mix of waste materials should be added with each batch. This can best be achieved by having the various types of waste material loaded into separate bags at source, that is wards and laboratories, and clearly labeled. It is not recommended that the operator sorts and mixes waste prior to incineration, as this is potentially hazardous. If possible, some plastic materials should be added with each batch of waste, as this burns at high temperatures. However, care and judgment will be needed, as too much plastic will create dense dark smoke. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് the purpose of these notes about എന്നാണ് ഇതിനകത്തുള്ള മെയിൻ ആശയം. എന്താണ് ഹെഡ്ജിങ് വേർഡ്? Incinerator. About and അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അബൌട്ട് എന്ന് ആരെ കുറിച്ചാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കേട്ടോ. അത് മാറിപ്പോകരുത്. അത് മാറിപ്പോയാൽ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പല മെറ്റീരിയലിൽ നിന്ന് ഞാൻ 2-3 ചോദ്യം എടുത്ത് ഇവിടെ കാണിച്ചതിന് മുമ്പ്, അപ്പോൾ അതിലൊക്കെ ഇതേ ആശയമാണ് വരുന്നത്. അപ്പം അബൌട്ട് ഇൻസിനറേറ്ററിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ മറ്റുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരികയില്ല. അപ്പൊ ഇവിടെ ഇതിലേക്ക് വരുമ്പം മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് സച്ച് ആസ്, അതായത് എക്സാമ്പിൾസ് വരുന്നത് എന്ത് ചെയ്യാം? ഡ്രൈ ടെക്സ്റ്റൈൽ. അതെന്താ ചെയ്യേണ്ട? ഇഗ്നോർ ചെയ്യുക. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന സംഭവം ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് വിൽ materials with high fuel values will help maintain high incineration temperature. ഈ ടോപ്പിക് സെന്റൻസ് ഞാൻ പറഞ്ഞത് ഇത് ടോപ്പിക് സെന്റൻസ് ബേസ്ഡ്, ഫോക്കസ് ഓൺ ദ ടോപ്പിക് സെന്റൻസ് ഓർ ജിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ അവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ടോപ്പിക് സെന്റൻസിന് എന്താ മനസ്സിലാവുക? മെറ്റീരിയൽസ് വിത്ത് ഹൈ ലെവൽ വാല്യൂസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. അബൌട്ട് ആൻ ഇൻസിനറേറ്റർ ആണ് പറയുന്നത്. അപ്പോൾ അബൌട്ട് ആകുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താണ്? ഇവിടെ ഒന്ന് എഫിഷ്യൻസി ആണ് കീവേഡ്. വേറെ എന്താണ്? ഗൈഡൻസ് ഓൺ സർട്ടൻ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, ഗൈഡൻസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? റെക്കമെൻഡ് പ്രൊസീജിയർ. അതൊക്കെ അബൌട്ട് ആണോ? ഇൻസിനറേറ്ററെ കുറിച്ചാണോ? വേസ്റ്റ് സെപ്പറേഷൻ എന്നുള്ളത് വേറൊരു എൻറ്റയർലി വേറൊരു കോൺസെപ്റ്റ് അല്ലേ? വേസ്റ്റ് സെപ്പറേഷൻ ഈ പറയുന്ന ഇൻസിനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, വേറൊരു കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ഗീവ് ഗൈഡൻസ് ഓൺ സർട്ടൻ സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഇൻസിനറേഷൻ ആ കോൺസെപ്റ്റ് അല്ല, വേറൊരു കോൺസെപ്റ്റ് അല്ലേ?
അതായത് അതെ, ഞാൻ അതെ. നിങ്ങളെ പറഞ്ഞപ്പോൾ പാരാഗ്രാഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ടോപ്പിക്കില് ഒരു പാരാഗ്രാഫിൽ ഒരു ടോപ്പിക്കേ വരുള്ളൂ, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടോ അത് മാത്രമേ വരുള്ളൂ. അപ്പം അബൌട്ട് ആൻ ഇൻസിനറേറ്റർ, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും വരികയില്ല, വ്യക്തിയെ കുറിച്ച് വരുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞത് മഹാത്മാഗാന്ധിജി ഇസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ എന്ന് പറഞ്ഞ ഫാദർ എന്നുള്ളത് ആ കീവേഡ്. എന്തുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത്? ആ പിതാവ് എന്നുള്ളതാണ് കീവേഡ്. അതിനെ മാത്രം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഗാന്ധിജി എവിടെ ജനിച്ചെന്നോ ബാക്കി കാര്യങ്ങളൊന്നും അവിടെ എവിടെ വിദ്യാഭ്യാസം നേടിയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ പാരഗ്രാഫിൽ പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത് കൃത്യമായ കോമ്പിറ്റൻസി നിങ്ങൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറയണത് കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് രണ്ടും വേറെ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ടോപ്പിക് സെന്റൻസ് പറയുന്നത് മെറ്റീരിയൽസ് വിത്ത് ഹൈ ഫ്യൂവൽ വാല്യൂസ് വിൽ ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. അപ്പം ഈ അവിടെ എന്താണ് മൂന്നാമത് ഓപ്ഷനുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലെ, ഹെൽപ്പ് മാക്സിമൈസ് എഫിഷ്യൻസി. അപ്പൊ ഇത് കഴിഞ്ഞ് പറയുന്ന മുഴുവൻ എന്താണ്? ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച്. അതായത് ഈ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഈ ടോപ്പിക് സെൻസിൽ പറയുന്ന ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അപ്പം ഈ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ റീസൈക്കിൾ ചെയ്യുന്നല്ലേ. അപ്പം ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്, ഇൻസിനറേറ്ററെ കുറിച്ചല്ല. ഈ പറയുന്ന ടോപ്പിക് സെന്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഹെൽപ്പ് മെയിൻറ്റെയിൻ ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ. ഹൈ ഇൻസിനറേഷൻ ടെമ്പറേച്ചർ എന്നുള്ളതാണ് കൺട്രോളിംഗ് ഐഡിയ. അതെങ്ങനെ സാധ്യമാകും എന്നാണ് ബാക്കി കാര്യങ്ങളിൽ പറയുന്നത്. ഇഫ് പോസിബിൾ എ ഗുഡ് മിക്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച്. ഒരു മിക്സർ, വേസ്റ്റിന്റെ മിക്സ് ആഡ് ചെയ്യണം എന്ന് പറയുന്നു. അതെങ്ങനെയാ വേസ്റ്റിന്റെ മിക്സ് എങ്ങനെയാ കിട്ടുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വീണ്ടും. ദിസ് ക്യാൻ ബെസ്റ്റ് ബി അച്ചീവ്ഡ് ബൈ having the various types of waste material loaded into separate bags at source, that is wards and laboratories can clearly labeled. അപ്പം ഈ രണ്ടാമത്തെ സപ്പോർട്ടിംഗ് സെന്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്താണ് മൂന്നാമത്തെ സെന്റൻസ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ദാറ്റ് ദി ഓപ്പറേറ്റർ സോർട്സ് ആൻഡ് മിക്സ്. ആരാണ് ചെയ്യേണ്ടത്? ഇന്നയാൾ ചെയ്യരുതെന്ന് പറയുന്നു. ഇറ്റ് ഇസ് പോസിബിൾ സം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ആഡഡ് വിത്ത് ഈച്ച് ബാച്ച് ഓഫ് വേസ്റ്റ്. അതായത് കുറച്ച് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ അത് ബേൺ ചെയ്യും, അത് സഹായകമാണ്. അപ്പൊ ഇതിന് ഈ ഒരു ടോപ്പിക് സെന്റൻസ് തന്നെയാണ് ഇവിടെ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് the purpose of these notes about an incineration is to help maximize its efficiency. അതായത് ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാവുന്ന എങ്ങനെയാണെന്നാണ് മുഴുവൻ പാരഗ്രാഫും പറയുന്നത്. അതാണ് ഈ ടോപ്പിക് സെന്റൻസ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ജനറൽ കോമ്പിറ്റൻസി ഹൈക്ക് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം, കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അതെ അച്ഛാ. Clear, Yes, sir. father. Yes, Yes, father. father. Yes.